ഭക്തന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ അവരെല്ലാം നല്ലതിനെ, അധികം നല്ലതിനെ തന്നെ കാക്ഷിച്ചു. ഒരു നല്ല പുനരുത്ഥാനമുണ്ടെന്ന് പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവൻ വിശ്വസിച്ചു. ഇയ്യോബ് അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ സ്വന്തം കണ്ണാലെ ഞാൻ അവനെ കാണും, അന്യ കണ്ണല്ല. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ഒരു പുനരുത്ഥാനമുണ്ടെന്ന് വിശ്വസിച്ചു. എന്നാൽ ഒരു രൂപാന്തരം ജീവനോടുള്ളവരുണ്ടെന്ന് അവർക്ക് അറിവില്ലായിരുന്നു. എന്നാൽ പൗലോസിന് ആ മർമ്മം വെളിപ്പെട്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, കണ്ണിമിക്കുന്നിടയിൽ വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ഇനി നടക്കുവാനുള്ളത് ഏറ്റവും വലിയ സംഗതി പ്രവചനങ്ങളിൽ കർത്താവിൻ്റെ മടങ്ങിവരവും വിശുദ്ധന്മാരുടെ ഉയർപ്പും ദൈവമക്കളുടെ രൂപാന്തരവുമാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിൽ, പുനരുത്ഥാനത്തിൽ പ്രിയപ്പെട്ട അപ്പച്ചനും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര അയക്കാം. റിവൈവൽ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ് മല്ലപ്പള്ളി സഭാ കൗൺസിലിനും അതുപോലെ മാനേജിംഗ് ബോർഡിനുമുള്ളതായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. സമയം അനുവദിച്ച ദേവദാസിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. കർത്താവിനോട് നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ KC തോമസ്. കർത്താവിൻ്റെ പുണ്യതിരുനാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേക്ക് 7 വർഷം മുമ്പ് ഞാൻ ഈ ക്യാമ്പസിൽ ആദ്യമായി വരുമ്പോൾ അമ്മച്ചിയും അപ്പച്ചനും കൂടെ ചേർന്ന് എന്നെ സ്വീകരിച്ച് അവിടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ഓർക്കുന്നു. തികച്ചും ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും ഒരു കുടുംബജീവിതം, മാതൃകാപരമായ കുടുംബജീവിതം, അവർ തമ്മിലുള്ള വിശ്വസ്തത, അവരുടെ ആ ലാളിത്യം, സ്നേഹം, സഹായത്തിനുള്ളതായ വരം ഇത്യാദി ദൈവിക ഗുണങ്ങൾ ജീവിച്ചിരുന്ന കാലങ്ങളിൽ പ്രദർശിപ്പിച്ച പ്രിയ അപ്പച്ചൻ കഴിഞ്ഞ ദിവസം പ്രിയദാസൻ പ്രത്യാശ വെച്ചതായ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളത് ഒരു ഭാഗത്ത് നമുക്ക് ദുഃഖമാണെങ്കിലും ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഒത്തിരി സന്തോഷിപ്പാൻ വകയുണ്ട്. ഇന്ന് കടന്നു വന്ന നമുക്കെല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും അങ്കമാലി ഹാർവസ്റ്റ് ചർച്ചിൻ്റെയും അനുസ്മരണം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യ ദേവദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ എബ്രഹാം തോമസ്. സന്തോഷ്. 12 വർഷങ്ങൾക്ക് മുമ്പ് നിത്യതയിൽ ചേർക്കപ്പെട്ട എൻ്റെ വാത്സല്യ മാതാവിൻ്റെ മൂത്ത സഹോദരനാണ് പ്രിയാപ്പച്ചൻ. ഞങ്ങളുടെ അമ്മ വീട്ടിൽ ഞങ്ങൾക്ക് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് ഓർമ്മയാകുന്നതിന് മുമ്പേ നിത്യതയിൽ ചേർക്കപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ചീച്ചായൻ, മാമ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് വല്യപ്പച്ചനും വല്യമ്മച്ചിയുമായിരുന്നു. വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത പ്രിയ അപ്പച്ചനും ഞങ്ങളെ വേർവിട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. ഇപ്പോൾ ഞാൻ പ്രിയ രായിച്ചാനോട് ചേർന്ന് ഡൽഹിയിൽ കാൽവറി ടാബർനാക്കിൾ ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കുന്നു. ആ സഭയുടെ ആദ്യ സമയങ്ങളിൽ പ്രിയ അപ്പച്ചനും അമ്മച്ചിയും രായിച്ചാനോട് ചേർന്ന് അവിടെ താമസിക്കുകയും ആ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും ചെയ്തത് അവിടെയുള്ള ദൈവമക്കൾ നന്ദിയോടെ ഓർക്കുന്നു. ഡൽഹി കാൽവറി ടാബർനാക്കിൾ ദൈവസഭയുടെ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താരദാസന് ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് പാസ്റ്റർ സണ്ണി, IPC ഇല്ലിവള്ള. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടെപ്പോഴും നമുക്ക് ദുഃഖം നിറഞ്ഞതാണ്. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നമ്മുടെ ഉള്ളങ്ങളെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവ്, പ്രിയ ജയിച്ചാൻ കഴിഞ്ഞ ദിവസം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വേർപാടെപ്പോഴും ദുഃഖമാണെന്നാൽ ഒരു വലിയ പ്രത്യാശ പ്രിയ അതേ കുടുംബത്തിന് ദൈവം കൊടുത്തിരിക്കുന്നല്ലോ. ഞാനിവിടെ നിന്നോട് ഓർക്കുകയായിരുന്നു, ഏതാണ്ട് 86-87 മുതൽ ചില വർഷങ്ങൾ ഡൽഹിയിൽ ഒരുമിച്ച് ആ കുടുംബത്തോടൊത്ത് എനിക്കും പാർക്കുവാനും ജോലി ചെയ്യുവാനും ആത്മീയ കൂട്ടായ്മയിലൊക്കെ അവരുമായിട്ട് സഹകരിപ്പാൻ ദൈവം സഹായിച്ചു. അതിലുപരിയായി പ്രിയ രായ്ച്ചാൻ്റെ മാതാവ് പ്രിയ മാമയും എൻ്റെ മാതാവും കോതകരിയിലെ അംഗങ്ങളാണ്. അതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ വേർപാടിൽ ദുഃഖത്തോടെ പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ അത് ദൈവം അവരുടെ ഉള്ളങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. 90-ാം സങ്കീർത്തനത്തിൽ മോശ ഇപ്രകാരം പറയുന്നുണ്ട്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. തീർച്ചയായിട്ടും ഞാനൊന്ന് വിശ്വസിക്കുന്നു, 87 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ പ്രിയ പിതാവ് ദുഃഖങ്ങളും വേദനകളും
അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു എങ്കിലും ഇന്ന് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ആ സന്തോഷത്തിൻ്റെ തുറമുഖത്ത് പ്രിയ പിതാവ് സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിപ്പാൻ വകയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷ തീരുന്നിടം വരെയും എനിക്കിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ശുശ്രൂഷിക്കുന്ന വെള്ളൂർ സഭയിൽ 21 ദിവസത്തെ ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ 10ാമത്തെ ദിവസമാണ്. അവിടെ കടന്നു പോകേണ്ടത് അത്യാവശ്യമായുണ്ട്. ക്ഷമിക്കണം, എനിക്ക് കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. തുറന്നു നടക്കുന്ന ശുശ്രൂഷയെല്ലാം സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, സകല ഹൃദയങ്ങളെയും ആശീർവദിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കിൽ നിർമ്മിക്കുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദേവദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ സ്കറിയാച്ചായൻ, ഒരു മിനിറ്റ്. ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ വന്ന ആത്മീയമായ ബന്ധവും ലോകപ്രകാരമുള്ളതായിരിക്കുന്ന 2 ബന്ധത്തോടുള്ള നിലയിലാണ്. എൻ്റെ ഇളയ മകൻ പരേതനായ സാജൻ കല്യാണം കഴിച്ചിരുന്ന കോതകരിൽ ജോർജ് ഉപദേശിയുടെ അല്ലെങ്കിൽ പാസ്റ്ററുടെ മകൾ മോളിക്കുട്ടിയാണ്. അങ്ങനെ ആ 2 നിലയിൽ എനിക്കിവിടെ വരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ സമയം അനുവദിച്ചു തന്നായിരിക്കുന്ന എൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. മത്സര പിതാവിനോട് നന്ദി അറിയിക്കുന്നു. അടുത്തിട്ട് പാസ്റ്റർ വർഗീസ് ജോഷുവ. കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 87 സംവത്സരം ഭൂമിയിൽ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ നന്മയും അനുഗ്രഹമൊക്കെ പ്രാപിപ്പാൻ പ്രിയ പിതാവിന് ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയ പിതാവിനെയും കൊടുവേലി ഭവനത്തെയും കുറിച്ച് പറയുമ്പോൾ മണ്ണടിശാലയിലുള്ള വെച്ചുച്ചിറ മണ്ണടിശാലയിലുള്ള ദൈവസഭയ്ക്ക് അവിടെയുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് കൊടുവേലിലെ കുടുംബം. പ്രത്യേകിച്ച് അവിടുത്തെ ദേശക്കാരും സഭക്കാരും എല്ലാവരും തന്നെ വളരെ സ്നേഹത്തോടെ പീച്ചാൻ എന്നും മാമയെന്നും വിളിക്കുന്ന ഈ പ്രിയപ്പെട്ടവരിൽ അവരുടെ പ്രാരംഭകാലത്തെ എല്ലാ പ്രവർത്തനങ്ങളും പ്രിയമ്മച്ചി കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. പ്രിയപിതാവും കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നല്ലോ. തൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഈ പേരൻസ് ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി അവർ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം, നന്മ ആ തലമുറകളിലൂടെ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. ഞങ്ങൾ സഭയായി കടന്നു വന്നു. ഞങ്ങളുടെ ദുഃഖം പ്രത്യേക മണ്ണടിശാലയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ എല്ലാ കുടുംബങ്ങൾ, ഞാനും കുടുംബവും ഈ പ്രത്യേക ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ P.A. മാത്യു, IPC പുതുപ്പള്ളി സെൻറ്റർ. കർത്താവിന് സ്തോത്രം. ഈ ഓഡിറ്റോറിയത്തിൽ നാം എല്ലാം ആയിരിക്കുന്നത്, നാം എല്ലാം നമ്മെ സ്നേഹിച്ചിരുന്ന പ്രിയ പിതാവ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നുള്ള ദൈവിക നിയമനപ്രകാരം വേദനയും അസ്വസ്ഥതയും ഭാരവും നിറഞ്ഞ ലോകത്തിൽ നിന്ന് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. പ്രിയ പിതാവ് കർത്താവിൻ്റെ മുഖം കണ്ട് ആശ്വസിക്കുന്നുവെങ്കിലും പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ, അവരുടെ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവവചനത്തിലൂടെയുള്ള പ്രത്യാശ അവരെ ഓർപ്പിപ്പാൻ, എല്ലാറ്റിലുപരിയായി പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എന്നും 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 ആയിരിക്കാൻ കഴിയും. ആ ദൈവവചനത്തിലെ പ്രത്യാശ കൊണ്ട് ദുഃഖത്തിലിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പുതുപ്പള്ളി സെൻറ്ററിലെ ദൈവമക്കളുടെയും കത്തുദാസന്മാരുടെയും പേരിലുള്ള, അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരൻ പാസ്റ്റർ P.A. കുര്യൻ, അദ്ദേഹവും എബ്രഹാം മറീസും വളരെ അടുത്ത സ്നേഹിതരാണ്. അദ്ദേഹം നാട്ടിലെപ്പോൾ വന്നാലും എബ്രഹാം മറീസിനെ കാണാതൊരിക്കലും പോകാറില്ല. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള അതേ അനുശോചനവും വേദപുസ്തകത്തിലുള്ള പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ബഹുമാന ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് പാസ്റ്റർ CM ചാക്കോ.
കോട്ടയം അയ്യോബിയെ പ്രതികരിച്ച് പാമ്പാടി അയ്യോബിയെ പ്രതികരിച്ചും റീത്തുകൾ സമർപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 87 വർഷക്കാലം ഈ ഭൂമി ജീവിക്കുവാൻ തൊക്കണം പ്രിയ പിതാവിനെ ബലിവനായ ദൈവം അനുവദിച്ചു. ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും എന്നെ ആ നിലയിൽ വേണ്ടത്ര പരിചയമില്ല. ഒരു വാക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് 1-2 വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാത്സല്യ പ്രിയ പിതാവിൻ്റെ അനുജൻ്റെ ഇളയ മകളുടെ ഭർത്താവാണ് ഞാൻ. കഴിഞ്ഞ 8-10 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വാത്സല്യ പിതാവും കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടു. ഈ 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രിയ അച്ചായനും ആ നിലയിൽ കർത്തൃസേനയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി. മാനുഷികമായ നിലയിൽ ദുഃഖം നമുക്കുണ്ട് എങ്കിലും നാം കേട്ടതുപോലെ ദൈവദാസന്മാരിൽ കൂടെ കേട്ട അനുഗ്രഹയുടെ പ്രത്യാശയുടെ വചനം നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രിയ പിതാവിനെ യാത്ര അയക്കാം. എൻ്റെ പ്രിയ അളിയൻ ജിജി അവൻ ഡൽഹിയിലായിരിക്കുന്ന കുടുംബമായിട്ട് ഇവിടെ കടന്നിരുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ആ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യാശയും ദുഃഖവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ സുശ്രൂഷമുഖത്തായിരിക്കുന്ന വെണ്ണിക്കുളം ഇമ്മാനുവൽ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിൻ്റെ നാമത്തിലുള്ള എല്ലാ പ്രത്യാശയും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് അയ്യോബിൻ്റെ സാറ് മാനേജർ സാർ ഒരു വാക്ക്. ഞാൻ കോട്ടയം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ പ്രതിനിധീകരിച്ചാണ്. എൻ്റെ പേര് തോമസ് കുര്യൻ, വാഗ്ദാനക്കാരനാണ്. ഞാൻ പല പ്രാവശ്യം ഇവിടെ എബ്രഹാം വർഗീസ് സാറ് എന്നെ കാണാനായിട്ടും അദ്ദേഹത്തോട് സംസാരിക്കാൻ പല പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതിന് വിവരം 2-3 ദിവസം മുമ്പ് അറിഞ്ഞിരുന്നു, ഈ വിഷയം അറിഞ്ഞിരുന്നു. മരണം ഒഴിവാക്കാനാവാത്ത ഒരു സംഗതിയാണ് അത്. ഇന്ന് അച്ചായന് നാളെ നമുക്ക് ഏത് നിമിഷവും സംഭവിക്കാം. നമുക്ക് ആകെ ചെയ്യാവുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ബാങ്കിൻ്റെ എൻ്റെയും പാമ്പാടി ശാഖയിൽ നിന്നും മാനേജർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം നന്ദിയോടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ പിതാവിനെ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പേ ഇവിടെ വന്ന് കാണുവാനും ഒരുമിച്ച് ആരാധിക്കുവാനും ഒരവസരം കർത്താവ് എനിക്ക് തന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ ആരാധനയെ സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചു. ഡോക്ടർ എബ്രഹാം വർഗീസ് ഞങ്ങളടുത്ത സ്നേഹിതരാണ്. ഒരുമിച്ച് ഡൽഹിയിൽ അല്പകാലം പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അന്നു മുതൽ ഇന്നുവരെയും ആ ക്രിസ്തുവിലെ സ്നേഹത്തിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. ഞാനിപ്പോൾ ബ്രദർ സണ്ണിയുടെ ഭവനത്തിനടുത്ത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നു. ബോംബെയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗുജറാത്തിലും ബോംബെയിലുമായിട്ട് കർത്താവ് തന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ തിരിച്ച് ബോംബെയിലേക്ക് പോകേണ്ടതാണ്. പല ബന്ധപ്പാടുകളുണ്ടെങ്കിലും കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എല്ലാ പാസ്റ്ററുടെയും കുടുംബാംഗങ്ങളുടെയും അനുശോചനം പ്രത്യാൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പിതാവ് ജീവിച്ചതുപോലെ ആത്മാർത്ഥമായി സത്യസന്ധമായി വിശ്വാസത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ ഒരു ഭക്തനായി ജീവിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നിത്യതയിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുമോ? ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾക്കും ഉണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയെ കർത്താവ് ആദരിക്കട്ടെ. എനിക്ക് അവസരം തന്ന ദൈവദാസനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ത്യ ബാപ്റ്റിസ്റ്റ് സെമിനാരി ശ്രേഷ്ഠ ദൈവദാസന്മാർ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, സഭാജനങ്ങളെ, ജനിച്ചാൽ മരണം നിശ്ചയമാണ്. എപ്പോൾ എവിടെ എങ്ങനെയും നമ്മൾ അറിയുന്നില്ല. 87 വർഷക്കാലം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ സാക്ഷ്യം വഹിച്ച് മനുഷ്യപുത്ര തിരിവരുമെന്നുള്ള ദൈവത്തിൻ്റെ ഇമ്പമേറിയ ശബ്ദം കേട്ടപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഈ അപ്പച്ചനുമായി എനിക്കൊരു പ്രത്യേക ബന്ധവും കൂടിയുണ്ട്. അപ്പച്ചൻ്റെ അമ്മ കൊല്ലാട് അമ്പാട്ടുപറമ്പിൽ മുല്ലശ്ശേരിൽ കുടുംബാംഗമാണ്. അങ്ങനെ ഒരു കുടുംബ ബന്ധവും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ 1-2 തവണ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. മക്കൾ റജി, രായ്ച്ചാൻ ഒക്കെ ന്യൂയോർക്കിലും വെർജീനിയയിലുമുണ്ട്. റജിയുടെ അടുത്തൊക്കെ പലതവണ ന്യൂയോർക്കിൽ ഞാൻ പോയിട്ടുണ്ട്.
റെജിയുടെ ഭാര്യ എൻ്റെ ഒരു